ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ഡിജാക്കോ സംവിധാനം ചെയ്ത ആസിഫ് അലി പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടാണ് രേഖാചിത്രം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ത്രില്ലർ സിനിമകളിൽ നിന്ന് കുറച്ച് ഡിഫറന്റ് ആക്കുന്നതിന്റെ പ്ലോട്ട് തന്നെയാണ്. 1985 കാലഘട്ടത്തിലെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫിക്ഷണൽ മിസ്റ്ററി ത്രില്ലർ മൂവിയാണിത്. എങ്കിലും മേക്ക് ബിലീവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് സിനിമയിൽ കീപ്പപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് സൈഡിൽ എടുത്തു പറയേണ്ടത് അനശ്വര രാജിന്റെയും ആസിഫ് അലിയുടെയും പ്രകടനമാണ് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ കൂടാതെ മനോജ് കെ ജയൻ, നിഷാന്ത് സാഗർ, ജഗദീഷ്, ഇന്ദ്രൻസ്, സായ്കുമാർ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡും വളരെ ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന മുജീബ് മജീദാണ് സൂപ്പർബായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമ കാണുമ്പോൾ എവിടേക്കോ അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയായിട്ട് എവിടേക്കോ ഒരു റിസംബ്ലൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.